breath for? It's been too long now. I think that I'm on. I second guess you, I second guess me, I second guess them. Don't second guess me. Live in the moment, cause we are so free. And in this moment, life is like a dream. Live in the moment, cause we are so free. And in this moment, life is like a dream. So come a little closer, but don't hold your breath. Silence in the background, violence in your eyes now. Remember that time you gave your heart to me. Remember that time when life was like a dream. You know what I know. You know what I know. I need to hold you close to me, to me, to me, to me, yeah. ഇതാണ് നമ്മളിപ്പോൾ പാക്ക് ചെയ്ത ലഗേജ്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇതാണ് ഞാൻ കൊണ്ടുവന്ന സ്നാക്സ്. ഞാൻ ഒരു സ്നാക്കിംഗ് പേഴ്സൺ അല്ല, പക്ഷേ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയുള്ള ഗിഫ്റ്റാണ് ആക്ച്വലി സ്നാക്സ്. അവർ നോർത്ത് ഇന്ത്യൻസ് ആണ്, അപ്പോൾ അവർക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്നാക്സ് കൊടുക്കാൻ വേണ്ടിയാണ്. ഇത് വെറ്റ് വൈപ്സ് സ്റ്റുഡിയോന്ന് 29 rupees കിട്ടും. ഇത് ഞാൻ ലുലുന്ന് വാങ്ങിയ പോക്കറ്റ് ടിഷ്യൂസാണ്. ഇത് ഞാൻ H&Mന്ന് വാങ്ങിയ ഹെയർ ആക്സസറീസാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ആദ്യമായിട്ട് വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഇത് എൻ്റെ ഹെയർ ടൂൾസാണ്. ഞാൻ ഹെയർ ബ്ലോ ഡ്രൈ ചെയ്യുന്നത്, അതിൻ്റെ ആക്സസറീസ്, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ യൂണിവേഴ്സൽ പ്ലഗ് ഉണ്ട്, അവിടെ എല്ലായിടത്തും നമുക്ക് ഈ പ്ലഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വാട്ടർ ബോട്ടിൽ. എനിക്കൊരു പുതിയ വാട്ടർ ബോട്ടിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ഫ്രണ്ട് US കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞില്ലേ, സ്റ്റാൻലി. പക്ഷേ അത് വരുന്നത് 4th അവൾ US നിന്ന് കോളേജിലോട്ട് വരുന്നത്. അപ്പോൾ അതിന് പകരം ആ ടൈമിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വാട്ടർ ബോട്ടിൽ. പിന്നെ ഇത് ഡസ്റ്റ് ബാഗ്സ് ആണ്, എൻ്റെ ഗസ്സിൻ്റെയും സാറയുടെയും ബാഗിൻ്റെ. പിന്നെ ഞാൻ കവർ കളക്ഷൻ ഉണ്ട്. ചിലർക്ക് കോയിൻ കളക്ഷൻ ഉള്ള പോലെ എനിക്ക് H&M, വിക്ടോറിയ സീക്രട്ട്, ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് അവിടെയൊക്കെ കിട്ടുന്ന കവേഴ്സ്, അല്ലെങ്കിൽ ഏത് ഭംഗിയുള്ള കവേഴ്സ് ആണെങ്കിലും ഞാൻ കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ആ കവേഴ്സാണ് അതിൻ്റെ ഉള്ളിലുള്ളത് കുറച്ച്. സോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. ഇത് ക്യാബിൻ ലഗേജ് ആണ്. സോ 7 kg പാടുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും മാത്രം സാധനങ്ങൾ വെക്കുന്നത്. ഇത് എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാനുള്ള ഗിഫ്റ്റാണ്. പെൻസിലിൻ്റെ ഇതാണ്. അതുപോലെ എക്സ്ട്രാ ഫോൺ കേസ് ഉണ്ട്. അവിടെ എൻ്റെ പൗച്ചും. അതിൻ്റെ ഉള്ളിൽ സിസേഴ്സ് ഇല്ല, പെൻസില്, ഷാർപ്പനർ അങ്ങനത്തെ. ഇത് നോട്ട് പാഡ്സ്, നോട്ട്ബുക്ക്, ബെഡ്ഷീറ്റ്, ബെഡ് കവറ്, പിന്നെ സ്ട്രെയിറ്റ്നർ ഉണ്ട്. അവിടെ എൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഉള്ള ഫയലും, പിന്നെ H&Mലെ കവേഴ്സും വെസയിലെ കവേഴ്സ്, അങ്ങനെ ഷോപ്പിംഗ് ബാഗ്സ്, അതിൻ്റെ കളക്ഷനാണ് എനിക്കുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ലാപ്ടോപ്പും വരും, ചാർജറും വരും. ഫോണിൻ്റെ ചാർജർ ഞാൻ എൻ്റെ സൈഡ് ബാഗിലേ വെക്കാറുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഇവിടെ വരുള്ളൂ. എന്നിട്ടിപ്പോൾ അത് ക്ലോസ് ചെയ്യുകയാണ്. ഞാൻ വളരെ നോക്കിയും കണ്ടും പാക്ക് ചെയ്യുന്ന ആളാണ്. ഐ ഹാവ് ടു പ്രിപ്പയർ എ ലിസ്റ്റ്. ഇത് പാക്ക് ചെയ്ത സാധനത്തിൻ്റെ ലിസ്റ്റ്, പാക്ക് ചെയ്യേണ്ട എന്താണെന്ന് ഓൾറെഡി എനിക്ക് ലിസ്റ്റ് ഉണ്ട്. സോ ഇങ്ങനെയാണ് നമ്മുടെ ബാഗ്. ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ പാക്ക് ചെയ്തെല്ലാം കഴിഞ്ഞപ്പോഴേക്കും. ആൻഡ് ഇതാണ് എൻ്റെ ലഗേജ്. ഇവിടെ ഒരു ലോക്ക് ഉണ്ട് കേട്ടോ, നമുക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ്. ഇത് ഞാൻ അസംബ്ലി എന്ന് പറഞ്ഞ ഒരു ബാഗിൻ്റെ ബ്രാൻഡിൽ നിന്നാണ് വാങ്ങിയത്. ബൈ.